ഹലോ, അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക ഫ്രൈ ആണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെണ്ടക്ക അപ്പം ഞാൻ ഈ വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആവശ്യാനുസരണം കട്ട് ചെയ്യുന്നത് മാറ്റാം. അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്, നമുക്ക് ആ വെണ്ടക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. 5 മിനിറ്റ് നമുക്കതൊന്ന് വേവാനായിട്ട് മൂടി വെക്കാം. അപ്പം നമ്മുടെ വെണ്ടക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള സാധനമാണ്.